അവൻ ചതിയനാ. ഏതായാലും ഒന്ന് പോയി നോക്കാം മോനെ. ഇങ്ങനെയാണ് നമ്മുടെ കുഞ്ഞാട് ആരാരുമില്ലാത്ത ഒരനാഥനായി മാറിയത്. മുത്തശ്ശനാട് മരിച്ചതോടെ കുഞ്ഞാടിന് നേരെയുള്ള അവരുടെ ആക്രമണത്തിന് മൂർച്ച കൂടി കൂടി വന്നു. ഒരു ദിവസം കുഞ്ഞാട് മുത്തശ്ശനാടിനെ സ്വപ്നം കണ്ടിരിക്കുകയായിരുന്നു. ഉറങ്ങിക്കോളൂ ഉറങ്ങിക്കോളൂ, ഞാൻ ചുമ്മാ ഇതുവഴി നടക്കാനിറങ്ങിയതാ. മേനി കുടിച്ചൊരു കുഞ്ഞേടി. പിടിക്കവനെ പിടിക്കവനെ. ഇത്തിരിയുള്ള ഒരുത്തന് എന്തിന് ഇത്ര വലിയൊരു വമ്പട 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 വമ്പട. ഇത്തിരിയുള്ള ഒരുത്തന് എന്തിന് ഇത്ര വലിയൊരു വമ്പട 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 വമ്പട. ഇക്കളി തീക്കളിയാണെന്നറിയടാ, ഇക്കളി തീക്കളിയാണെന്നറിയടാ. നീ രക്ഷപ്പെട്ടു കരുതിയല്ലേ? അവന്റെ നിൽപ്പ് കണ്ടില്ലേ? അവിടെ പിടിക്കണവനെ. പിടിക്കവനെ. എന്നാ പിടിച്ചോ. സിംഹത്താനെ ചാടിക്കോ. ഇരുന്നുറങ്ങാതെ വേഗം വാടോ. ഇവനെന്താ പറക്കുക? ഇവിടെ കണ്ണു തുറച്ചു നിൽക്കാൻ അവനെ പോയി പിടിയടോ. അവിടെ കിടക്കടാ സിംഹത്താനെ.
അന്ന് രാത്രി വിഷമിച്ചിരിക്കണ കുഞ്ഞാടിന്റെ മുന്നിലേക്ക് മുത്തശ്ശന്റെ ആത്മാവ് പ്രത്യക്ഷപ്പെട്ടു. എന്താ അത്? മുത്തശ്ശ, ഇന്നവർ നിന്റെ കൈ പൊളിച്ചു. ഇതിനും വലുത് നാളെ സംഭവിക്കാതിരിക്കും. ശത്രുവിനെ മുളയിലേ നുള്ളിക്കളയണം. വേരുറച്ചാൽ ശത്രുവിനെ പറിച്ചെറിയാൻ ബുദ്ധിമുട്ടേറും. അതുകൊണ്ട് ഇനിയും വൈകിച്ചുകൂടാ. അവരോളം തണ്ടും തടിയും നിനക്കില്ലെങ്കിലും അവർക്കില്ലാത്ത മറ്റൊന്ന് നിനക്കുണ്ട്: ബുദ്ധി. അവരുടെ സ്വഭാവ പ്രകൃതമനുസരിച്ച് കൗശലം ഉപയോഗിച്ചാൽ നിനക്കവരെ നേരിടാൻ കഴിയുമെന്നത് മുത്തശ്ശന് ഉറപ്പാ. ആ മണ്ട ശിരോമണികളെ കെട്ടുകെട്ടിക്കാൻ നിനക്കാവും. ഇനി നിന്റെ ബുദ്ധി ഉപയോഗിക്കാൻ തുടങ്ങിക്കൊള്ളൂ. മുത്തശ്ശൻ നൽകിയ ഉപദേശമനുസരിച്ച് ആ ദുഷ്ടന്മാരെ നേരിടാൻ തന്നെ കുഞ്ഞാട് തീരുമാനിച്ചു. ഒറ്റെണ്ണത്തിന് പുറത്ത് കാണുന്നില്ലല്ലോ. കാട്ടിൽ നമ്മളല്ലാതെ വേറെ മൃഗമൊന്നുമില്ലേ? നമ്മുടെ നിഴല് കണ്ടാ മതി, എല്ലാം ആത്ത് കയറും. ഓ, ഇന്നലത്തെ കാര്യം ഓർക്കാൻ കൂടെ വയ്യ. ആ കുഞ്ഞൻ നമ്മുടെ കയ്യിൽ നിന്ന് നൂലിഴയ്ക്കാ രക്ഷപ്പെട്ടത്. അവനാകെ തടിച്ചു കൊഴുത്തിട്ടുണ്ട്. നീ അവനെ പറ്റി വല്ലാതെ വർണ്ണിക്കണ്ട. എനിക്ക് അവനെ പറ്റി കേൾക്കുകയേ വേണ്ട. ഒരു കൊല്ലത്തേക്കുള്ള വെള്ളമാണ് ഞാൻ കുടിച്ചു തീർത്തേ. എവിടെയായാലും ഈ പകയൻ അന്നത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല. നേരത്തിന് അവൻ കൃത്യമായി വയറ് നിറയ്ക്കുന്നുണ്ട്. എന്താ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോ? ഒന്ന് പോടേ. ഒരു കാര്യം, അല്ല, നമ്മൾ ഇങ്ങനെ ഒരു ലക്ഷ്യവുമില്ലാതെ നടന്നിട്ട് എന്ത് കിട്ടാനാ? വെറുതെ മാനം കെടാൻ ഞാനില്ല. നിങ്ങൾ മൂന്നാളും ചെല്ല്. അതും ശരിയാണ്. എന്നാലും ഞങ്ങളൊന്ന് നടന്നു നോക്കട്ടെ. മുത്തശ്ശ, ഇതാണ് സുവർണാവസരം. ഇപ്പോൾ ശത്രു ഒറ്റയ്ക്കാണ്. അവന്റെ തീരുമാനത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന കൂട്ടുകാർ ഇപ്പോൾ അവനൊപ്പമില്ല. ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലേ? ശത്രു ഉത്തമനെങ്കിൽ കാൽക്കൽ വീണു നമസ്കരിക്കണം. അതാണ് ബുദ്ധി. സിംഹത്താന് ബുദ്ധിമോശം തോന്നി. എന്റെ നേർക്കെങ്ങാനും ചാടിയാലോ? നോക്കാം. അങ്ങനെ അവൻ സിംഹത്താന്റെ മടയിലെത്തി. നിന്റെ സമയമായി. രാജൻ, ഈയുള്ളവൻ അങ്ങയുടെ പ്രജയാണ്. ആരോരുമില്ലാത്തവൻ. ഈ കുഞ്ഞു ശരീരം വനരാജാവായ അങ്ങേക്ക് അവകാശപ്പെട്ടതാണ്. ഒരു നേരത്തെ വിശപ്പടക്കാൻ പോലും തികയാത്ത ഈ ശരീരം അമൃതത്തായി അങ്ങേക്ക് ഉപയോഗിക്കാം. പക്ഷേ ജീവിച്ചു കൊതി തീരാത്ത
ഈ കുഞ്ഞാടിന്റെ ആത്മാവ് ഇതേ കാട്ടിൽ തന്നെ ഗതി കിട്ടാതെ അലഞ്ഞു നടക്കും. അതൊരലട്ടലായി ജീവിതകാലം മുഴുവൻ അങ്ങയെ വേട്ടയാടുകയും ചെയ്യും. അതുകൊണ്ട് മൃഗരാജൻ എന്നോട് കരുണ കാണിക്കണം. കുടുംബമഹിമയിൽ ഉന്നതനും കുലീനനുമായ അങ്ങേക്ക് മാത്രമേ അതിനു കഴിയൂ. ഉന്നതനാണ് ശത്രുവതെങ്കിൽ കാൽക്കൽ വീണിടാം. തഞ്ചം നിന്ന് നമിച്ച് സ്തുതിച്ച് കാര്യം നേടി മടങ്ങിടാം. ഉന്നതനാണ് ശത്രുവതെങ്കിൽ കാൽക്കൽ വീണിടാം. തഞ്ചം നിന്ന് നമിച്ച് സ്തുതിച്ച് കാര്യം നേടി മടങ്ങിടാം. എടോ, എഴുന്നേൽക്ക്. തനിക്കറിയൂ, കുലീനർ എത്ര കഷ്ടപ്പെട്ടാലും നീതിമാർഗത്തിൽ നിന്നും മാറില്ല. ഇനി മുതൽ ഞാൻ നിന്നെ ഉപദ്രവിക്കില്ല. സന്തോഷപൂർവ്വം നീ ജീവിച്ചോ. രാജാവ് ധൃത്യരോട് പെരുമാറേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കി പ്രഭു. ഇനിയുള്ള കാലം ഞാൻ സഹജീവികളെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും. മൃഗരാജൻ നീണാൽ വാഴട്ടെ. മൃഗരാജൻ നീണാൽ വാഴട്ടെ. സിംഹത്താനെ ബുദ്ധി കൊണ്ട് ജയിച്ച കുഞ്ഞാട് സന്തോഷത്തോടെ മടങ്ങി. അപ്പോൾ ശത്രു ഉന്നതനാണെങ്കിൽ മേനി പറഞ്ഞും നമസ്കരിച്ചും തൃപ്തിപ്പെടുത്താം. എന്നാൽ ശത്രു ക്രൂരനാണെങ്കിലോ? അപ്പോഴെന്തു ചെയ്യും? ശത്രു ശൂരനും ക്രൂരനുമാണെങ്കിൽ നമസ്കാരവും മേനി പറച്ചിലും ഒന്നും വിജയിക്കില്ല. ഒറ്റ വഴിയേ ഉള്ളൂ, ഉപായം. ഉപായം പ്രയോഗിച്ച് തന്നെ ശത്രുവിനെ ജയിക്കണം. നമുക്ക് കട്ടതയേകാൻ വന്നാൽ ഉടനെ ഉപായം ചിന്തിച്ചവരെ വലയിൽ വീഴ്ത്തേണം. കട്ടത കാട്ടുമൊരുത്തൻ നമുക്ക് കട്ടതയേകാൻ വന്നാൽ ഉടനെ ഉപായം ചിന്തിച്ചവരെ വലയിൽ വീഴ്ത്തേണം. വലിയ കഷ്ണം ബലെടുക്കൂ. അയ്യോ, വിശന്നിട്ട് വയ്യ. ചിന്നി ചിന്നി മിന്നി തിളങ്ങുന്ന അയ്യാ, വന്നല്ലോ ബ്രേക്ക്ഫാസ്റ്റ്. നട നട അന്ന ചിന്നി ചിന്നി മിന്നി തിളങ്ങുന്ന ഒന്ന് വേഗം ഓടി വാടാ കുട്ടാ. വളർത്തു വിശല്ലേ ഞാൻ നിന്നെ ഒരുക്കും പോവാ. നോക്ക്, വേറെ പണിയൊന്നുമില്ലേ? മറന്നുണ്ടോ വഴിന്ന്? മണ്ടൻ, ഇതെന്താന്നറിയോ? ഇതിലുള്ള വെള്ളം നിന്റെ മേത്ത് തെളിച്ചാലുണ്ടല്ലോ, ആ നിമിഷം നീ കുരങ്ങായി മാറും. കാണണോ? ഐസ്ക്രീം അമ്മായി ചുട്ടത് ഓം ക്രീം. കച്ചവടം പൊട്ടിയപ്പോ ക്രീം ക്രീം. കുരങ്ങായി പോയി, ഓം കുരങ്ങായി പോയി. മണ്ടൻ. കെട്ടവൻ പോയോ?
ഇപ്പൊ തന്നെ കുരങ്ങനായനെ. ഭാഗ്യം രക്ഷപ്പെട്ടു. എന്തിനാ ചേട്ടാ ഇത്തിരി പോന്ന പിള്ളേരുടെ വായിലിരിക്കുന്നത് കേക്കാൻ നിക്കണേ? ഞാൻ ചേട്ടനെ എവിടെയൊക്കെ തിരക്കിയെന്നറിയോ? എന്തിനാണെന്നോ? ചേട്ടന്റെ കൂട്ടുകാരൻ ആ സിംഹത്താൻ പറഞ്ഞു വിട്ടതാ എന്നെ. അപ്പൊ ചേട്ടനൊന്നും അറിഞ്ഞില്ലേ? ചേട്ടന്റെ കൂട്ടുകാരൻ കണ്ണാടിക്കാട്ടിൽ ആനുകളെയും വേട്ടയാടി സുഖമായി കഴിയുകയല്ലേ? ദിവസം 2-3 മാനുകളല്ലേ കക്ഷി അകത്താക്കുന്നത്. പക്ഷെ സ്നേഹമുള്ളവനാ സിംഹത്താൻ. ചേട്ടനെ കണ്ട് കണ്ണാടിക്കാട്ടിലേക്കുള്ള വഴി പറഞ്ഞു തരാൻ എന്നെയാ ഏൽപ്പിച്ചിരിക്കുന്നത്. ആണോ? അതേന്ന്. എന്നാൽ ഞാൻ പോട്ടെ. നിക്കടോ, കണ്ണാടിക്കാട്ടിലേക്കുള്ള വഴി പറഞ്ഞിട്ട് പോ. ഓ, ഞാൻ മറന്നു. ഇവിടുന്ന് കുറച്ചു ദൂരം നടന്നാൽ വലത്തുഭാഗത്തൊരു മാവ് കാണും. പടിഞ്ഞാറ് തിരിഞ്ഞു കുന്നുകയറി. മതി മതി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇനി എന്താ ചെയ്യുക? എന്റെ കുഞ്ഞാടെ, ഇതൊന്നും വേണ്ട. നീ എന്റെ ഒപ്പം വന്ന് വഴി കാണിച്ചു തന്നാ മതി. അയ്യോ, ഞാൻ ചേട്ടന്റെ കൂടെ വന്നാൽ ചേട്ടൻ എന്നെ ഉപദ്രവിക്കില്ലേ? എന്നാൽ ഞാൻ പോട്ടെ. ഏയ്, പോകാൻ വരട്ടെ. മാനിനെ തിന്നാൻ കിട്ടുമെങ്കിൽ ഞാൻ എന്തിനു നിന്നെ ഉപദ്രവിക്കണം? എങ്കിൽ ഞാൻ വരാം. പക്ഷെ വാക്ക് മാറരുത്. എന്നാ നമുക്ക് പോകാം. മുയലോ പോയി, ഇവനെ അങ്ങ് തട്ടിയാലോ? അല്ലെങ്കിൽ വേണ്ട, മട്ടൺ ഫ്രൈ. മട്ടനോ മാനോ? ചേട്ടാ, ഇതിന്ന് കുറച്ച് ചെടികൾ പറിച്ചെടുത്ത് മാനുകൾക്ക് കൊടുക്കണം. ഈ പൂക്കൾ മാനുകൾക്ക് വളരെ ഇഷ്ടമാണ്. ചെടികൾ ചേട്ടന്റെ കയ്യിലിരിക്കുന്നത് കണ്ടാൽ അവർ ചേട്ടന്റെ അടുക്കൽ ഓടി വരും. അപ്പൊ എളുപ്പമായില്ലേ കാര്യങ്ങൾ? നിന്റെ ഒരു ബുദ്ധി ഇപ്പൊ തന്നെ പറിച്ചെടുക്കും. എന്താ അത്? അയ്യോ, നിന്റെ ഈ തോൽ എനിക്ക് വേണം. ഈ പുലിത്തോലാണ് ഇനി എന്റെ ശക്തി. ഇപ്പോൾ ഞാനും ഒരു പുലിയായി. പുലിത്തോലുമണിഞ്ഞ് അടുത്ത ഉപായവുമായി അവ നാട്ടിലെത്തി. കൂട്ടുകാരെ, ഇനിയല്ലേ കളി. നല്ല ആൾക്കാരാ. എവിടെയാണെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് വെക്കൂടെ? അല്ലെങ്കിലും ഇക്കാലത്ത് സൗഹൃദത്തിനൊന്നും ഒരു വിലയില്ലെന്നേ. ഇനി നിന്റെ ഊഴം. ചേട്ടൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടോ? ഞാൻ കരുതി ചേട്ടനും പുലിയച്ഛന്റെ കൂടെ നാട്ടിൽ താമസമാക്കിയെന്ന്. സിംഹത്താനും പുലിയച്ഛനും നാട്ടിലോ?
അതേന്ന് ഇപ്പൊ കണ്ടാ തിരിച്ചറിയില്ല. തടിച്ചു കൊഴുത്ത് കാട്ടിലെ പോലെയല്ല ചേട്ടാ ആ നാട്ടിൽ. കുശാലല്ലേ? ചേട്ടൻ ആകെ കൂടി മെലിഞ്ഞുണങ്ങിയല്ലോ. അല്ല, പൂരിയച്ഛനെന്താ ചേട്ടനൊപ്പം കൂട്ടാത്തെ? നല്ലൊരവസരം കളഞ്ഞു. ചേട്ടൻ എന്താ പോകാത്തെ? അവര് സിംഹവും പുലിയും അല്ലേ. നാട്ടുകാർക്ക് അവരെ വലിയ പേടിയാ. ഞാനോ, നമ്മള് വെറും ഒരു ചെന്നായ. നാട്ടുകാർ വേണമെങ്കിൽ നമ്മളെ വളഞ്ഞിട്ട് തല്ലി കൊല്ലും. അതാണോ പേടി? അതിന് വഴിയുണ്ട് ചേട്ടാ. അല്ല, ഒരു സഹജീവി എന്ന നിലയ്ക്ക് ചേട്ടനോട് സഹതാപവും സ്നേഹവും എനിക്കുണ്ട്. മുമ്പ് എന്നോട് ചേട്ടൻ പല ദുഷ്ടത്തരങ്ങളും കാട്ടിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ ക്ഷമിച്ചു. എനിക്ക് ചേട്ടനെ സഹായിക്കാൻ കഴിയും. എങ്ങനെ? ചേട്ടൻ നേരത്തെ പറഞ്ഞില്ലേ പുലിയ ആൾക്കാർക്ക് പേടിയെന്ന്. ചേട്ടനും ഒരു പുലിയായാൽ? അതെ ചേട്ടാ, ചേട്ടനെ ഞാൻ പുലിയാക്കും. നടക്കുന്ന കാര്യം വല്ലതും പറയടേ. നടക്കും. ഞാൻ ഇപ്പൊ വരാം. ഓ ശരി. ഇതൊന്ന് ഇട്ടു നോക്കിയേ. ചേട്ടന്റെ വിഷമം കണ്ടിട്ട് ഞാൻ സംഘടിപ്പിച്ചതാ. കുറച്ച് വലുതായോ? നമ്മളൊക്കെ മൃഗങ്ങളല്ലേ, പരസ്പരം സ്നേഹിക്കേണ്ടത്. ചേട്ടൻ ഇത് വിട്ട് വേട്ട തുടങ്ങിക്കോ. ഇനി അങ്ങോട്ട് ചേട്ടന്റെ സമയമാണ്. എല്ലാം ശരിയാകും. ധൈര്യമായി പൊക്കോ. ഹലോ, എങ്ങോട്ടാ റോക്കറ്റ് വിട്ട പോലെ? അയ്യോ, ഒരുത്തിനെയും വിശ്വസിക്കാൻ പറ്റില്ല. ജീവൻ കിട്ടിയത് ഭാഗ്യ. കൊതിയൻ കുരുക്കിലാക്കാനെതിരെ വരും നേരം അവനെ മെരുക്കി പാട്ടിലാക്കി പകുതി തീടേണം. ചതിയൻ കൊതിയൻ കുരുക്കിലാക്കാനെതിരെ വരും നേരം അവനെ മെരുക്കി പാട്ടിലാക്കി പകുതി തീടേണം. മറ്റു ശത്രുക്കളെക്കാൾ അപകടകാരികളാണ് സ്വജാതിയിൽപ്പെട്ട ശത്രുക്കൾ. തുല്യ ബലവാനാണ് ശത്രുവെങ്കിൽ അവനെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കണം. അതാണ് നയം. ഇപ്പോഴാണ് ബുദ്ധിക്കൊപ്പം ശക്തിയും ചേരേണ്ടത്. അതിലേക്ക് നീ തയ്യാറെടുക്കണം. ശക്തിക്കായി പരിശീലിക്കണം. നിനക്കത് സാധിക്കും. ബലവാനാണ് ശത്രുവെങ്കിൽ യുദ്ധം ചെയ്തിടാം. അവനെ പൊരുതി ജയിച്ചിടാം. നടവുകൾ 18 കരുതാം.
നിനക്കിപ്പോ ബുദ്ധിക്കൊപ്പം ശക്തിയുമുണ്ട്. പരിശ്രമം കൊണ്ട് നേടാൻ പറ്റാത്തത് ഒന്നുമില്ലെന്ന് നിനക്ക് മനസ്സിലായില്ലേ? പക്ഷേ ചില കാര്യങ്ങൾ നീ എപ്പോഴും ശ്രദ്ധിക്കണം. നിന്റെ ബുദ്ധിയും ശക്തിയും നല്ല കാര്യങ്ങൾക്ക് മാത്രമേ നീ ഉപയോഗിക്കാവൂ. മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പാടില്ല. മാത്രമല്ല, ഒരിക്കലും അഹങ്കരിക്കുകയും അരുത്. ചതിയാ മുട്ടനാണേ, അകത്തൊളിച്ചിരിക്കാതെ ധൈര്യമുണ്ടെങ്കിൽ പുറത്തു വാ. നിന്നോടൊപ്പം ഉണ്ടായിരുന്ന 2 ചതിയന്മാരെയും അയക്കേണ്ടടുത്ത് ഞാൻ അയച്ചു കഴിഞ്ഞു. നിന്റെ നിലനിൽപ്പിന് വേണ്ടി സ്വജാതികളെയും പാവങ്ങളെയും നീ ഒറ്റുകൊടുത്തു. ഈ കാട്ടിൽ നീ ഇനി പാടില്ല. വാ. നീ എന്നെ വെല്ലുവിളിക്കുന്നു. വാ. ശക്തിമാന്മാരായ 4 ശത്രുക്കളെയും തന്റെ ബുദ്ധി ഉപയോഗിച്ച് കീഴടക്കിയ കുഞ്ഞാട് പിന്നീട് ഒരാളെയും പേടിക്കാതെ ആ കാട്ടിൽ തന്നെ സുഖമായി ജീവിച്ചു. കുഞ്ഞാട് കഥ കേട്ട് ഇത്ര പെട്ടെന്ന് ഉറങ്ങിപ്പോയോ രണ്ടാളും?